എനിക്കിവിടെ വേക്കൻസി ഇല്ലാതായി. അത് കഴിഞ്ഞ് ഞാൻ തിരുമേനിയെ കണ്ട് സംസാരിച്ചു. അങ്ങനെ എനിക്ക് ഇടവിളയ്ക്കൽ സ്കൂളിലേക്ക് എനിക്ക് പോസ്റ്റിംഗ് തന്നു. അങ്ങനെ അവിടെ 29 വർഷം അവിടെ വർക്ക് ചെയ്തു. പിന്നെ 2 വർഷം 3 വർഷം ഹെഡ് മാസ്റ്ററായിട്ട് മലപ്പേരൂരും വർക്ക് ചെയ്തു. അങ്ങനെ എൻ്റെ 93 ഞാൻ റിട്ടയർ ചെയ്തു. മഞ്ഞപ്പാറയല്ല, മലപ്പേരൂർ പ്രൊമോഷനായിട്ട് ഹെഡ് മാസ്റ്ററായിട്ട് അവിടെ പോയി. അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്. അതുകൊണ്ട് ഇടമുളയ്ക്കലുള്ള എൻ്റെ കൊച്ചുങ്ങളാരും ഞാൻ റിട്ടയർ ചെയ്ത കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. അവരെല്ലാം ഇപ്പം നല്ല ലെവലിൽ ഓരോ ഉയർന്ന കളക്ടറേറ്റിലും സെക്രട്ടേറിയറ്റിലും സ്കൂളിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുഞ്ഞുങ്ങൾ ഭൂരിഭാഗവും ജോലിയുള്ളവരാണ്. എൻ്റെ കൂടെ പെൻഷൻ വാങ്ങിക്കാൻ ഇപ്പം അവിടെ വരുന്നുമുണ്ട്. കൃഷി ഓഫീസറുണ്ട്, എക്സൈസിലുണ്ട്, ബൈജുവിൻ്റെ ഞങ്ങളുടെ തീർച്ചയായിട്ടും. അങ്ങനെ എന്നെ സ്കൂളിൽ വിളിച്ച മെമ്മൻറ്റോ തരികയും പൊന്നാട അണിയിക്കുകയും ഇങ്ങനെ പല പ്രാവശ്യം ഓരോ ബാച്ചിൽപ്പെട്ട കുട്ടികൾ അവരുടെ പ്രോഗ്രാം വരുമ്പം അവർ എന്നെ വിളിക്കും. അങ്ങനെ ഞാൻ അവിടെ പോകും. പിന്നെ ആ കുട്ടികളുമായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് കൊച്ചുങ്ങളെ അവിടെ കൊണ്ട് ചേർക്കുന്നത്. മാത്യു സാറിൻ്റെ സ്കൂളാണെന്നാണ് പറയുന്നത്. അവരൊക്കെ ആ സ്കൂളിന് സ്ഥലം കൊടുത്ത മാധവൻ ചേട്ടൻ മരിച്ചുപോയി. അത് 35-ൽ തുടങ്ങിയ സ്കൂളാണ്. മാർവനീസ് പിതാവിനാൽ സ്ഥാപിച്ച സ്കൂളാണ്. അത് ആദ്യം ഒരു പള്ളിയും കൂടെ ആയിരുന്നു. ആ പള്ളി ഇടവിളയ്ക്ക് സ്ഥലം വാങ്ങിച്ച് സ്ഥലം ആരോ കൊടുത്ത് അങ്ങനെ അവിടെ പള്ളി അങ്ങോട്ട് മാറ്റിയപ്പോഴാണ് ഇവിടം പിന്നെ സ്കൂളിൽ നമുക്ക് വിട്ടുകൊടുത്തത്. അതുപോലെ തന്നെയാണ് മലപ്പേരൂരും ഒരു സ്കൂളായിരുന്നത്, അല്ല പള്ളിയായിരുന്നു. അതിൻ്റെ മധുവായുടെ ഭാഗങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇടിച്ച് മാറ്റിയ ഒരേ ലെവലാക്കിയത്. ഞാൻ 1993 റിട്ടയർ ചെയ്തു. പിന്നെ ഇത്രയും നാളും ദൈവം എന്നെ പോറ്റി വളർത്തി എനിക്ക് ആവശ്യമായ ദാനങ്ങളെ കൊണ്ട് നിറച്ചു. അങ്ങനെ ഇപ്പോഴും ദൈവം സ്കൂളിൽ പോകുന്ന കാര്യം ഓർത്താൽ അന്നും പനച്ചവള ഇറങ്ങിയിട്ട് നടക്കണമായിരുന്നു. അവിടുന്ന് പിന്നെ 1 മൈലുണ്ട്. പക്ഷേ ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഡ്രൈവർമാരായി മാറിയപ്പം പിന്നെ എനിക്ക് നടക്കേണ്ടതായിട്ട് വന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും ആട്ടോ കൊണ്ടുവരും, ചിലപ്പം ജീപ്പ് കൊണ്ടുവരും, ചിലപ്പോൾ കാറ് കൊണ്ടുവരും. പണിക്കരുടെ അടുത്ത് ബേബി കാറ് കൊണ്ടുവന്നാൽ എന്നെ അങ്ങ് അഞ്ചലോട്ടാകുന്നു. അത്രയ്ക്ക് സ്ഥായി സ്നേഹമായിരുന്നു ആ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക്. അവിടെ 4-ാം ക്ലാസ് വരെ ഉള്ളൂ. 5-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് പിന്നെ അവിടെ സ്റ്റോപ്പാക്കിയതാണ്.